ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഹൗ മച്ചാണ്. ഹൗ മച്ചിൻ്റെ കൂടെ എപ്പോഴും അൺകൗണ്ടബിൾ നൗൺസ് അതാണ് വരുന്നത്, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ്. ഉദാഹരണം മിൽക്ക്, റൈസ്, മണി, ഇങ്ങനെയുള്ള അൺകൗണ്ടബിൾ നൗൺസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ മെനി. ഹൗ മെനിയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ നൗൺ ആയിരിക്കും വരുന്നത്. പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബായിരിക്കും വരുന്നത്. എന്തിനാണ് ഈ ഹൗ മച്ചും ഹൗ മെനിയും നമ്മൾ പഠിക്കേണ്ടത്? അതായത് ഒരുപാടെടുത്ത് നമുക്കിത് ഉപയോഗിച്ച് ചോദ്യം ചോദിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയെടുക്കുക. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ധൈര്യം വരും, ഇത് നമുക്ക് പറ്റും. അപ്പം എപ്പോഴും നമ്മളെ അടുത്ത് തന്നെ പറയുക, ഇതെനിക്ക് പറ്റും, ഇതെനിക്ക് കഴിയും എന്ന് പറഞ്ഞ് ശീലിക്കുക. കുറച്ച് പറയുക. തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കഴിയും. ഓക്കെ, അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നമുക്കിനി ഹൗ മെനിയിലേക്ക് കിടക്കാം. ഹൗ മെനി പ്ലൂറൽ നൗൺ, പ്ലൂറൽ വേർബ്. ഇനി പ്രാക്ടിക്കൽ സെന്റൻസ് നോക്കാം. ഹൗ മെനി പീപ്പിൾ വർക്ക് ഇൻ യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു? ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ്. നിങ്ങൾക്ക് എത്ര കുട്ടികൾ ഉണ്ട്? അതിനെ ഒന്ന് മാറ്റി കിഡ്സിനെ ഒന്ന് മാറ്റാം, കസിൻസ് ചേർക്കാം. ഹൗ മെനി കസിൻസ് ഡു യു ഹാവ്. നിങ്ങൾക്ക് എത്ര കസിൻസ് ഉണ്ട്? ഹൗ മെനി സിബിളിങ്സ് ഡു യു ഹാവ്. അതായത് നിങ്ങൾക്ക് എത്ര കൂടപ്പിറപ്പുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങൾ, അതായത് സഹോദരന്മാർ എത്ര പേരുണ്ട്, അതാണ് സിബിളിങ്സ്. സിബ്ലിങ്സ് എന്നുള്ള വാക്ക് പലപ്പോഴും പലയിടത്തും നിങ്ങൾ കേട്ട് കാണും. കേൾക്കുമ്പോഴത്തേക്ക് അർത്ഥം അറിയാതെ നമ്മൾ അന്തം വിടും. ഇനി അങ്ങനെ സംഭവിക്കും. ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്. ഈ ഹൗ മെനി എന്ന് കഴിഞ്ഞാൽ ഹൗ മെനി കിഡ്സ്, അതാണ് എത്ര എന്നുള്ള ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ട്. തൊട്ടടുത്ത് വരുന്നത് സാധാരണയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഹൗ മെനി ബുക്സ് ഡു യു ബൈ. നിങ്ങൾ എത്ര ബുക്കുകൾ വാങ്ങിക്കുന്നു? ഇനി വാങ്ങിച്ചു എന്നാണെങ്കിലോ ഹൗ മെനി ബുക്സ് ഡിഡ് യു ബൈ. യു മാറി ഡിഡ് ഐ, അല്ലേ? നെക്സ്റ്റ്, ഹൗ മെനി ചെയേഴ്സ് ആർ ഇൻ ദിസ് റൂം. ഈ റൂമിൽ എത്ര ചെയേഴ്സ് ഉണ്ട്? ഇനി അതിൻ്റെ കൂടെ ഒരു റൈറ്റ് നൗൺ ചേർക്കാം. ഹൗ മെനി ചെയേഴ്സ് ആർ ഇൻ ദിസ് റൂം റൈറ്റ് നൗ. ഇപ്പോൾ ഈ മുറിയിൽ എത്ര ചെയേഴ്സ് ഉണ്ട്? ഇനി ഈ ചെയേഴ്സിനെ മാറ്റാം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദിസ് റൂം റൈറ്റ് നൗ. ഈ റൂമിൽ ഇപ്പോൾ എത്ര കുട്ടികൾ ഉണ്ട്? ഇവിടെ ശ്രദ്ധിക്കുക, ഹൗ മെനി കഴിഞ്ഞിട്ട് വന്ന പീപ്പിൾ, കിഡ്സ്, ബുക്സ്, ചെയേഴ്സ്, സ്റ്റുഡൻസ്, ഇതെല്ലാം തന്നെ പ്ലൂറൽ നൗണാണ്. അത് കഴിഞ്ഞ് വരുന്ന എപ്പോഴും പ്ലൂറൽ വെർബായിരിക്കും. അത് അത്രയും മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നോക്കാം. അതിന് മുമ്പ് വേറെ കാര്യം പറയാം. ഈ ഡു, ഡിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയായിരിക്കും നമ്മൾ സംസാരിക്കും. അതായത് സംസാരത്തിൽ, അതായത് നമ്മളെ സൗണ്ടിലുള്ള ഉയർച്ചയും താഴ്ചയും അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സെന്റൻസിനെ ക്വസ്റ്റ്യനാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഡുവും ഡിഡും ഒന്നും കാണില്ല. ഇങ്ങനെയാണ് നോക്കാം. ഹൗ മെനി കിഡ്സ് യു ഹാവ്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഹൗ മെനി ബുക്സ് യു ബൈ, അല്ലെങ്കിൽ ഹൗ മെനി ബുക്സ് യു ബോട്ട്. നിങ്ങൾ എത്ര വാങ്ങിച്ചു അല്ലെങ്കിൽ എത്ര വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഡൂൺ ഡിറ്റും ഒന്നും സാധാരണ പറയുമ്പോഴത്തേക്ക് കാണില്ല. അപ്പം ഗ്രാമർ അനുസരിച്ച് അതുവഴിയെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല, ആകെ കൺഫ്യൂഷൻ. അപ്പം അങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നേരത്തെ ഉള്ള എപ്പിസോഡിൻ്റെ ഒരല്പം കൂടി കാര്യങ്ങൾ. ഹൗ മച്ച് മിൽക്ക്, ഹൗ മച്ച് റൈസ്, അങ്ങനെയാണ് ചോദിക്കുന്നത്. എത്ര പാലുണ്ട്, എത്ര അരിയുണ്ട്. അതിനകത്ത് നമുക്ക് ഡൗട്ടില്ല. എന്നാൽ അത് ചിലപ്പോഴും അതിനടുത്ത് ഒരു ഹൗ മെനി ചേർന്ന് വരുന്ന ചില സെൻറ്റൻസുകളുണ്ട്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഹൗ മെനി കപ്സ് ഓഫ് മിൽക്ക് ഇൻ ദ കിച്ചൺ. എത്ര കപ്പ് പാല് കിച്ചണിൽ ഉണ്ട്. ഹൗ മെനി വന്നാണ്ട. അപ്പം ഇവിടെ ഹൗ മെനി കപ്സ് ഓഫ് മിൽക്ക്, അപ്പം ഇങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ഇനി ഹൗ മെനി കിലോസ് ഓഫ് റൈസ് ഇൻ ദി ഷോപ്പ്. ആ കടയിൽ എത്ര കിലോ അരിയുണ്ട്. അപ്പം ഹൗ മച്ച് റൈസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവോടെ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കുക. ഹൗ മെനി
കിലോസ് ഓഫ് ഫ്ലൈസ് ഇൻ ദി ഷോപ്പ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ. ഇതിൽ കുറേയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ധൈര്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ് ശീലിക്കുക. ഒരിക്കൽ ഇത് പഠിച്ചിട്ട് കൊണ്ട് വച്ചു കഴിഞ്ഞാൽ ഇത് മറന്നു പോകും. ഇതിൻ്റെ പകുതിയെങ്കിലും തന്നെത്താനെങ്കിലും പറഞ്ഞ് ശീലിക്കുക, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ signing off until meet again with another interesting video.